ഹായ് എവരിവൺ. സ്പോക്കൺ ഹിന്ദിയുടെ 43-ാമത്തെ ക്ലാസ്സിലേക്ക് അല്ലേ, 43-ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ 43-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ സ്ത്രീലിംഗ ശബ്ദത്തിനെ കുറിച്ചാണ് അല്ലേ. സ്ത്രീലിംഗ ശബ്ദം, അത് ഏതാണ് വേർഡ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ വേർഡ് വെച്ച് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, 43-ാമത്തെയാണ്. 40 to 50 ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലിംഗം. ഓക്കെ, നമുക്ക് എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് സെൻറ്റൻസുകളാണ്. ഓക്കെ, കാണാം നമുക്ക് വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്കറിയാം ബസ്സിൽ കയറാതെ ആരുമില്ലല്ലോ. അപ്പോൾ ബസ് നമ്മളെങ്ങനെ പറയാം, ബസ് അബ് അല്ലെങ്കിൽ അബി ജസ്റ്റ് നിക്കൽ ഗയി അല്ലെങ്കിൽ നിക്കലി എന്ന് പറയും. നിക്കൽ ഗയി അല്ലെങ്കിൽ നിക്കലി എന്ന് പറഞ്ഞാൽ ഇതാ ബസ് ഇതാ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കടന്നു പോയതേ ഉള്ളൂ അല്ലേ. ആദ്യത്തെ വേർഡ് ബസ്. ഗാഡി എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിൽ വെക്കണം. അതിപ്പോൾ ബസ് ആയാലും ശരി, കാർ ആയാലും ശരി, ലോറി ആയാലും ശരി. അപ്പോൾ ഇപ്പോൾ ഇതാ ബസ് ഇതിലേ പോയി നമ്മളിങ്ങനെ പറയും ബസ് അബി ജസ്റ്റ് നിക്കൽ ഗയി. ടീക്കേ, ആ വേറൊരു ബസ് ഉണ്ട് മതി എന്നുള്ളത്, ബസ് ഹോഗയാ എന്ന് പറഞ്ഞാൽ അത് വേറെ. ഓക്കെ, അപ്പോൾ ബസ് അബി ജസ്റ്റ് നിക്കലി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബസ് ഇപ്പോഴാണ് ഇപ്പം എൻ്റെ മുന്നിലെ കൂടെയാണ് കടന്നു പോയത്. അപ്പോൾ ബസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ ബസ്സിന് പകരം ലോറി വെച്ചോ അവിടെ. അപ്പം എന്താ, ഈ ലോറി അബി ജസ്റ്റ് നിക്കലിയേ അല്ലെങ്കിൽ ലോറി അബ് ജസ്റ്റ് നിക്കൽ ഗയി ഹേ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴാണ് ലോറി എൻ്റെ മുന്നിലേക്ക് കൂടെ കടന്നു പോയത്, അല്ലെങ്കിൽ കാറ് ഇപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് കൂടെ കടന്നു പോയത്. അങ്ങനെ പറയും നമ്മൾ. കാർ അബി ജസ്റ്റ് നിക്കൽ ഗയി അല്ലെങ്കിൽ നിക്കലി എന്ന് പറഞ്ഞാൽ പോയി എന്നും പറയാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതാണ് നിക്കൽന എന്ന് പറഞ്ഞാൽ. ബട്ട് ഇത് ബസ്സാണല്ലോ, അപ്പം ജീവനില്ലാത്തല്ലേ. അപ്പം നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ പോയി, ഇപ്പം എന്താ മുന്നിലേക്ക് കൂടെ കടന്നു പോയി. അപ്പോൾ നിക്കൽ ഗയി എന്ന് പറയണം. നിക്കൽ ഗയ എന്ന് ഒരു ആളും പറയരുത്. അത് ആണായാലും ശരി പെണ്ണായാലും ഇങ്ങനെ പറയും. നമ്മുടെ ബസ്സിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പം അതായണായാലും പെണ്ണായാലും എന്താണ് അല്ലേ. അപ്പോൾ ബസ് അല്ലെങ്കിൽ ഗാഡി ഇതൊക്കെ എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ബസ് ചലി ഗയി, ബസ് സ്റ്റോപ്പിലേക്കാണ്. അപ്പോൾ ചോദിക്കണം ബസ് ചലി ഗയി ക്യാ, ബസ് ചലി ഗയി ക്യാ എന്ന് പറഞ്ഞാൽ ബസ് പോയോ, ബസ് ചലി ഗയി എന്ന് പറഞ്ഞാൽ ആ ബസ് പോയി. അതിപ്പോൾ ഒരു പെണ്ണാണോട് ചോദിച്ചു ബസ് ചലി ഗയി ക്യാ, സത്യം, അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആണ് പറയണം ബസ് ചലി ഗയി. തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അപ്പോൾ ആണായാലും പെണ്ണായാലും നമ്മളെങ്ങനെ പറയും, ബസ് ചലി ഗയി എന്ന് പറയും. ഓക്കെ, എങ്ങനെ പോയി ബസ് പോയി. ഓക്കെ, ബസ് ചലി ഗയി അല്ലെങ്കിൽ കാർ ചലി ഗയി. ടീക്കേ, സ്കൂൾ ബസ് ചലി ഗയി, സ്കൂൾ ബസ് ചലി ഗയി. ഇതൊക്കെ ഡെയിലി യൂസേജിൽ വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കമൻറ്റിൽ തരാൻ ശ്രമിക്കുക. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് ബസ്സിന് പകരം നിങ്ങൾ കാർ ഉണ്ടാക്കുക. ടീക്കേ, അല്ലെങ്കിൽ ബൈക്ക് ഉണ്ടാക്കുക. ടീക്കേ, അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തരാൻ ശ്രമിക്കുക. ടീക്കേ, ഗാഡി ഖരാബ് ഹോ ഗയി ഹേ, ഗാഡി ഖരാബ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ വണ്ടി കേടായി. അതിപ്പോൾ കാറാവാം, ബസ്സാവാം, ലോറി ആവാം, ഏതായാലും ശരി നമ്മൾ അതിന് ഒരു കോമൺ ആയിട്ട് ഒരു ഗാഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഗാഡി ഖരാബ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ വണ്ടി കേടായി എന്നാണ്. ടീക്കേ, വണ്ടി കേടായി, ഗാഡി ഖരാബ് ഹോ ഗയി. ഇതേ സെൻറ്റൻസ് ഖരാബ് ഹോ ഗയി ഗാഡി, ഒരു തെറ്റുമില്ല. ഓക്കെ, ഇപ്പം നിങ്ങളത് മനസ്സിലത് വെച്ചോ. നിങ്ങൾ അത് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ പറയല്ലേ കേടായി വണ്ടി കേടായി, രണ്ടും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഗാഡി ഖരാബ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ എന്തായി, വണ്ടി കേടായി. ഖരാബ് ഹോ ഗയി ഗാഡി എന്ന് പറഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഹോ ഗയ എന്ന് പറയരുത്, എന്നാൽ ഏറ്റവും വലിയ ബ്ലണ്ടറായി. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ പറയും, ഗാഡി ഖരാബ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ വണ്ടി കേടായി. അല്ലെങ്കിൽ ഖരാബ് ഹോ ഗയി മേരി കാർ, ഖരാബ് ഹോ ഗയി മേരി കാർ, മേരാ കാറല്ല. കാരണം എന്താണ്, കാറാണ് മോശമായത് അല്ലേ. അപ്പോൾ മേരി കാർ എന്ന് പറയും. ഓക്കെ, ഈ കാറ് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. കാർ ദുലായി കർണി ഹേ, എന്താ നമുക്ക് കഴുകേണ്ടത്, വണ്ടിയിലേ കഴുകേണ്ടത്, ആളുകളല്ലോ. അപ്പോൾ കാർ ദുലായി കർണി ഹേ, കാർ ദുലായി കർണ ഹേ എന്ന് ആരും പറയരുത്. ഓക്കെ, അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും എങ്ങനെ പറയും നമ്മൾ, കാർ ദുലായി കർണി ഹേ എന്നാണ്. അതിൻ്റെ ഉത്തരം എന്താണ്, വണ്ടി കഴുകണം എന്നാണ്. ടീക്കേ, നിനക്ക് വണ്ടി കഴുകണം. കാർ ദുലായി കർണി ഹേ അല്ലെ മേരി കാർ ദുലായി കർണി ഹേ എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി കഴുകണം. ഓക്കെ, വണ്ടി കഴുകണം. അപ്പോൾ കാർ എന്തായി, ഒരു സ്ത്രീലിംഗ ശബ്ദമാണല്ലോ, അതുകൊണ്ടാണ് ദുലായി കർണി ഹേ എന്ന് വന്നത്. ടീക്കേ, ദുലായി കർണ എന്ന് പറഞ്ഞാൽ എന്താണ്,
കഴുകുക എന്നാണ് അല്ലേ, വാഷ് ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ടീക്കെ ദുലായി കർണ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദുലായി കർണി ഹേ എന്തുകൊണ്ട് വന്നു? കാർ ഒരു സ്ത്രീലിംഗ ശബ്ദം ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ. ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ടതല്ലേ. ട്രെയിൻ ആ രഹി ഹേ, എത്ര ആൾക്കറിയാം ട്രെയിൻ ആ രഹാ എന്ന് എത്ര പേര് പറയാറുണ്ട്? എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എത്ര ആൾ തെറ്റായി പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ട്രെയിനും ഒരു സ്ത്രീലിംഗമാണ്, ഗാഡിയിലാണല്ലോ അത്. ടീക്കെ മാൽഗാഡി ഏതായാലും ശരി. മാൽഗാഡി എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ എടുത്ത് വരുന്ന വണ്ടിയാണ്, എന്താ പറയേണ്ടത്, സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നത് ഗുഡ്സ് ട്രെയിനിനാണ് നമ്മൾ മാൽഗാഡി എന്ന് പറയുന്നത്. ടീക്കെ ഇപ്പം പറയാം നമുക്ക് ട്രെയിൻ ആരഹി ഹേ. ടീക്കെ നമ്മൾ ഞാൻ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ഞാൻ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചാൽ ട്രെയിൻ ആരഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിന് വരുന്നുണ്ട്. ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ ആരഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രെയിന് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറ പറഞ്ഞത്. ഓക്കെ, പറമയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ട്രെയിൻ ആരഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിന് വരുന്നുണ്ട്. ട്രെയിൻ ജാരഹി ഹേ, ട്രെയിൻ പോകുന്നു. ഓക്കെ, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ ജാരഹി ഹേ. അപ്പോൾ ട്രെയിൻ ആ രഹി ഹേ എന്ന് വരും. ഓക്കെ, ട്രെയിൻ ആ രഹാ ഹേ എന്ന് ആരും പറയരുത്. അതിപ്പോൾ ഒരു പെണ്ണ് പറയുമ്പോഴും ഒരു പുരുഷൻ പറയുമ്പോഴും ടീക്കെ ഒരു മെയിൽ പറയുമ്പോഴും ഒരു ഫീമെയിൽ പറയുമ്പോഴും നമ്മളെങ്ങനെ പറയും? ട്രെയിൻ ആ രഹി ഹേ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. അത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അതെന്താണ് അതിൻ്റെ തെറ്റ് എന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് ഞാൻ ഈ 41 തൊട്ട് 50 വരെ ചെയ്യുന്നത്. എല്ലാവരും ഇത് കാണുക. ടീക്കെ കാണാൻ എന്താ പറയുക, ശ്രമിക്കുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ കടി ഹേ, ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ കടാ ഹേ എന്ന് പറയരുത്. ടീക്കെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെ പറയാം? ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ കടി ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രെയിന് പ്ലാറ്റ്ഫോമിലുണ്ട് എന്നാണ് അർത്ഥം. ടീക്കെ ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ കടി ഹേ എന്ന് പറഞ്ഞാൽ ട്രെയിന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. പ്ലാറ്റ്ഫോം പെർ എന്നുകൊണ്ട് വന്നു? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്? പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലല്ലേ ട്രെയിൻ നിൽക്കുന്നത്. അപ്പോൾ എന്താ? ഈ ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ കടി ഹേ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ കടി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിന് പ്ലാറ്റ്ഫോം പെർ കടി ഹേ, ട്രെയിന് പ്ലാറ്റ്ഫോമിൽ ഉണ്ട് അല്ലെങ്കിൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ ഖടി ഹേ എന്ന് പറയണം. ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ ഖടാ ഹേ എന്നാരും പറയരുത്. ഓക്കെ, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ ഖടി ഹേ, ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ടീക്കെ പ്ലാറ്റ്ഫോം പെർ ട്രെയിൻ ഖടി ഹേ, തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെയും പറഞ്ഞോ, ധൈര്യത്തിൽ പറയാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ ഖടി ഹേ അല്ലെ പ്ലാറ്റ്ഫോം പെർ ട്രെയിൻ ഖടി ഹേ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ്. ഓക്കെ, ട്രെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലല്ലേ എപ്പോഴും, അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോം പെർ എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം മേ എന്ന് പറയരുത്. ഓക്കെ, മേ ഗാഡി മേ ചടാഹും എന്ന് പറയാം. ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ കയറി എന്നാണ് പറയുന്നത്. ഗാഡി പെർ അല്ല, ഗാഡി പെർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മുകളിലാവും. ട്രെയിൻ ജാനേ വാലി ഹേ, ട്രെയിൻ ജാനേ വാലി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ ഇപ്പോൾ ജസ്റ്റ് പോവാൻ നിൽക്കുകയാണ്. ട്രെയിൻ പ്ലാറ്റ്ഫോം പെർ ഖടി ഹേ ഓർ ട്രെയിൻ ജാനേ വാലി ഹേ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇപ്പോൾ പോവും. ഓക്കെ, ട്രെയിൻ ജാനേ വാലി ഹേ, ട്രെയിൻ പോവാൻ നിൽക്കുകയാണ്. ട്രെയിൻ ആനേ വാലി ഹേ, ട്രെയിൻ ആനേ വാലി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ ഇപ്പോൾ വരും. ഓക്കെ, ട്രെയിൻ ഇപ്പോൾ വരും എന്നെങ്ങനെ പറയും നമ്മൾ? ട്രെയിൻ ആനേ വാലി ഹേ. ഓക്കെ, ട്രെയിൻ ചലി ഗയി, ട്രെയിൻ ചലി ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം, ട്രെയിൻ ചലി ഗയി എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോയി. ടീക്കെ അതിൽ ട്രെയിൻ പൗഞ്ചിനെ വാലി ഹേ, പൗഞ്ചിനെ വാലി ഹേ എന്ന് പറയാം. ട്രെയിൻ ഇപ്പോഴെത്തും, അതായത് ട്രെയിൻ പൗഞ്ച് രഹി ഹേ. ഓക്കെ, ട്രെയിൻ പൗഞ്ച് രഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തും. ഓക്കെ, ട്രെയിൻ പൗഞ്ച് രഹി ഹേ, ട്രെയിൻ എത്താൻ പോവുകയാണ്. ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി, ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയല്ല, ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി, വണ്ടിയാണ് ആക്സിഡൻ്റ് ആയത് അല്ലേ. വണ്ടി ആക്സിഡൻ്റ് ആയാലും നമ്മളെന്ന് പറയും? ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി, വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി. ടീക്കെ ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി, വണ്ടി ആക്സിഡൻറ്റ് ആയി. അപ്പോൾ ഗാഡി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി എന്ന് വന്നു. ടീക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇത് ഓർത്തു വെക്കണം. ഗാഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. എപ്പോഴും നിങ്ങൾ ഈ മാത്രയിൽ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി എന്ന് തന്നെ പറയണം. കാർ ആക്സിഡൻറ്റ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ് ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻറ്റ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ ബൈക്ക് ആക്സിഡൻ്റ് ആയി, സ്കൂട്ടർ ആക്സിഡൻറ്റ് ഹോ ഗയി എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ വണ്ടി ആക്സിഡൻറ്റ് ആയി എന്നെങ്ങനെ നമ്മൾ പറയും? ഗാഡി ആക്സിഡൻറ്റ് ഹോ ഗയി. അപ്പോൾ ഗാഡി, ബസ്, ലോറി,
ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. സടക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് റോഡ് എന്നാണ് അർത്ഥം. പക്ഷെ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെങ്ങനെ സംസാരിക്കുന്നു, ആ വേർഡ് വെച്ച് നിങ്ങൾ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുക? കാരണം അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. സടക്ക് ടൂട്ടി ഹേ, സടക്ക് ടൂട്ടി ഹേ എന്ന് പറഞ്ഞാൽ റോഡ് പൊട്ടിയതാണ് അല്ലേ, റോഡ് പൊട്ടിയതാണ് അല്ലെ റോഡ് പൊട്ടി എന്നൊക്കെ പറയാം. ടീക്കേ സടക്ക് ടൂട്ടി ഹേ എന്ന് പറഞ്ഞാൽ റോഡ് പൊട്ടിയിട്ടാണ് ഉള്ളത്. ടീക്കേ സടക്ക് ടൂട്ട് ഗയി എന്ന് പറയാം. ഓക്കെ, റോഡ് പൊട്ടി. അതുപോലെ തന്നെ സടക്ക് ടൂട്ടി അല്ലെങ്കിൽ സടക്ക് ടൂട്ട് ഗയി എങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് സടക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമായ, അതുകൊണ്ട് എന്തായി സടക്ക് ടൂട്ടി ഹേ എന്ന് വന്നു. സടക്ക് ടൂട്ടാ ഹേ എന്ന് ആരെങ്കിലും പറയോ? ആരും പറയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലിത് ഓർത്ത് വെക്കണം. സടക്ക് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ എന്തായി സടക്ക് ടൂട്ടി ഹേ. എന്തെങ്കിലും നിങ്ങൾക്ക് റോഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീലിംഗ ശബ്ദത്തെ തന്നെ പറയണം. ഓക്കെ, സടക്ക് കം ചൗടി ഹേ. ഓക്കെ, ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. സടക്ക് കം ചോടി ഹേ എന്ന് പറഞ്ഞാൽ റോഡിന് വീതി കുറവാണ് എന്നാണ് അർത്ഥം. ടീക്കേ റോഡിന് വീതി കുറവാണ്. കം ചൗടി ഹേ, കം ചോടാ ഹേ എന്നല്ല പറഞ്ഞത്. ടീക്കേ കം ചൗടി ഹേ എന്നാണ് പറഞ്ഞത്. ടീക്കേ അപ്പം എന്താ റോഡിന് വീതി കുറവാണ് എന്നാണ്. ടീക്കേ റോഡിന് വീതി കുറവാണ്. സടക്കൊരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് കം ചോടി ഹേ എന്ന് വന്നു. ഓക്കെ, നമ്മളിന്ന് കുറേ സെൻറ്റൻസുകൾ പഠിച്ചു. എല്ലാം ഒരു ഗാഡി, അതുപോലത്തെ റോഡ്, ഇതിനെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഗാഡി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ സെൻറ്റൻസുകൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കി വെക്കുക. നമുക്കതിൽ നിന്ന് എറർ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.